സമീപകാലത്ത് കർണാടകയിലെ ഏറ്റവും ചർച്ചയായ കൊലപാതക കേസുകളിലൊന്നാണ് സൂപ്പർ താരം ദർശൻ പ്രതിയായ രേണുകാസ്വാമി വധക്കേസ്. ദർശന്റെ ജീവിത പങ്കാളിയും നടിയുമായ പവിത്ര ഗൌഡയെ സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായി ചിത്രീകരിച്ചുവെന്നാരോപിച്ചാണ് രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളഞ്ഞത്. കേസ് വിചാരണയിലേക്ക് കടക്കുമ്പോൾ ദർശൻ ഇപ്പോഴും ജാമ്യത്തിൽ പുറത്താണ്. ഫാൻസ് അസോസിയേഷന്റെ സഹായത്തോടെയാണ് ദർശൻ കടുത്ത ആരാധകനായ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തുന്നത്. അതും സിനിമാ കഥകളിൽ മാത്രം കണ്ടുപരിചയിച്ച രീതികളിലൂടെ. ക്രൈം ഫയൽ സ്പെഷ്യൽ സ്റ്റോറി. സാൻഡൽവുഡിൽ ചാലഞ്ചിങ് സ്റ്റാർ എന്നാണ് ദർശൻ അറിയപ്പെടുന്നത്. തിന്മയ്ക്ക് മേൽ നന്മയെ വിജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നായക നടൻ. പക്ഷേ റീലിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഇതൊന്നുമല്ല ദർശന്റെ ജീവിതം. സമീപകാല ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത കൊലപാതകം. രേണുകാസ്വാമി വധക്കേസ് വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയാണ്. ദർശന്റെ ആരാധക സംഘടനയുടെ ചിത്രദുർഗയിലെ ഭാരവാഹിയായിരുന്നു കൊല്ലപ്പെട്ട രേണുകാസ്വാമി. ആദ്യ ഭാര്യ നിലനിൽക്കെ തന്നെ നടി പവിത്ര ഗൌഡയുമായി ദർശൻ അടുത്തത് രേണുകാസ്വാമിക്ക് ഉൾക്കൊള്ളാനായില്ല. റീലിൽ നന്മ വാരി വിതറുന്ന നായകൻ മുൻ ഭാര്യയോട് കാണിക്കുന്ന ക്രൂരതകളുടെ കഥ കൂടി പുറത്തുവന്നതോടെ രേണുകാസ്വാമി അസ്വസ്ഥനായി. ഇങ്ങനെയാണ് ദർശന്റെ കൂട്ടുകാരി പവിത്ര ഗൌഡയ്ക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ രേണുകാസ്വാമി തുടങ്ങിയത്. ഇതിനായി പ്രത്യേകം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും ഉപയോഗിച്ചു. ഒരു വേള സകല സീമകളും ലംഘിച്ചതോടെ പവിത്ര വിവരം ദർശനെ അറിയിച്ചു. തുടർന്ന് ദർശനും കൂട്ടാളികളും ചേർന്ന് രേണുകാസ്വാമിയെ ഭീഷണിപ്പെടുത്തി. അധിക്ഷേപം വീണ്ടും തുടർന്നതോടെയാണ് സംഘം കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. അസോസിയേഷന്റെ സഹായത്തോടെയാണ് ദർശൻ രേണുകാസ്വാമിയെ കൊലപ്പെടുത്തുന്നത്. അതും നമ്മൾ സിനിമാ കഥകളിൽ മാത്രം കണ്ടുപരിചയിച്ച രീതികളിലൂടെ. ദർശൻ ഫാൻസ് അസോസിയേഷൻ ചിത്രദുർഗ ജില്ലാധ്യക്ഷൻ രാഘവേന്ദ്രയാണ് കൊല്ലപ്പെട്ട രേണുകാസ്വാമിയെ പിന്തുടരാനും ബംഗളൂരുവിൽ എത്തിക്കാനുമുള്ള എല്ലാ സഹായവും ചെയ്തത്. ദർശന്റെ മാനേജർ പവനിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഫാൻസ് അസോസിയേഷൻ ഇതിനായി മുന്നിട്ടിറങ്ങിയത്. സൗഹൃദം മുതലെടുത്ത് രേണുകാസ്വാമിയെ തന്ത്രപൂർവ്വം ബംഗളൂരുവിലെ ദർശന്റെ ഉടമസ്ഥതയിലുള്ള ഫാം ഹൗസിലേക്ക് എത്തിച്ചു. തുടർന്ന് ക്രൂരമർദ്ദനത്തിനിരയാക്കി. മർദ്ദനമേറ്റ് മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധമായിരുന്നു മൃതദേഹം. ഇതിനുശേഷം കാമാക്ഷിപ്പാളയയിലെ ഓടയിൽ ഉപേക്ഷിച്ചു. പരിസരത്തെ പാർപ്പിട സമുച്ചയത്തിലെ സുരക്ഷാ ജീവനക്കാരനാണ് നായകൾ കടിച്ചുവലിക്കുന്ന നിലയിൽ മൃതദേഹം ആദ്യം കാണുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനു പിന്നാലെ 3 പേർ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു ഇവരുടെ കുറ്റസമ്മത മൊഴി. എന്നാൽ ഇതിൽ സംശയം തോന്നിയ ബംഗളൂരു പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ദർശന് വേണ്ടി രേണുകാസ്വാമിയെ വിചാരണ ചെയ്ത ശേഷമാണ് കൊലപാതകം നടത്തിയെന്നാണ് സംഘത്തിന്റെ മൊഴി. കൊല നടക്കുന്ന സമയത്ത് ദർശനും പവിത്ര ഗൌഡയും ഫാം ഹൗസിലുണ്ടായിരുന്നു. മൃഗീയ പീഡനമാണ് കസ്റ്റഡിയിൽ രേണുകാസ്വാമിക്ക് ഏൽക്കേണ്ടി വന്നത്. കെട്ടിത്തൂക്കി മർദ്ദിച്ചും വിവസ്ത്രനാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ ക്ഷതമേൽപ്പിച്ചും ദർശനും കൂട്ടാളികളും അരിശം മുഴുവൻ തീർത്തു. തലയ്ക്ക് ക്ഷതമേൽപ്പിച്ചും ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ടുകൊണ്ട് കൈകാലുകളിൽ പരിക്കേൽപ്പിച്ചുമാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. നേരത്തെ ദർശന്റെ 2 സിനിമകളുടെ സംഘട്ടന രംഗങ്ങൾ ചിത്രീകരിച്ച 5 ഏക്കർ വിസ്തീർണമുള്ള ഫാം ഹൗസിലെ ഷെഡാണ് കൊലപാതകത്തിനായി തിരഞ്ഞെടുത്തത്. ശബ്ദം കേട്ട് ആരെങ്കിലും രക്ഷിക്കാനെത്താനുള്ള സാധ്യതയില്ലാത്ത വിജനമായ പ്രദേശം കൂടിയാണിത്. CCTV ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും
ഈ കേസിൽ അതീവ നിർണായകമാണ്. പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ചാണ് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയത്. ദർശനും പവിത്ര ഗൗഡയും നേരിട്ട് തന്നെ രേണുകാസ്വാമിയെ മർദ്ദിക്കാനെത്തി. ദർശന്റെ വാഹനം ഫാം ഹൗസിലേക്ക് കയറുന്ന CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ്. മാനേജർ പവനും കൂട്ടുപ്രതി രാഘവേന്ദ്രയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും സംഭാഷണങ്ങളും ഗൂഢാലോചന പുറത്തുകൊണ്ടുവന്നു. അതിക്രൂര മർദ്ദനത്തിനൊടുവിൽ രേണുകാസ്വാമി കൊല്ലപ്പെട്ടു. തെളിവുകൾ എതിരായതോടെ സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് പോലീസ് ദർശനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് 3 മാസത്തോളം നീണ്ട ജയിൽവാസം. ഇത്രയധികം മാധ്യമ ശ്രദ്ധ കിട്ടിയ കേസായിട്ട് കൂടി ജയിലിൽ ദർശന് VIP പരിഗണനയായിരുന്നു. പ്രത്യേകം പരിചാരകരും കിടക്കാൻ അത്യാധുനിക സൗകര്യങ്ങളും എല്ലാം ജയിൽ വകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഒരുക്കി നൽകി. എന്നാൽ ജയിലിൽ സുഖതടവായിരുന്നു ദർശന്. ഇതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതോടെ ബംഗളൂരുവിൽ നിന്നും ബെല്ലാരിയിലേക്ക് ജയിൽ മാറ്റം. പിന്നീട് അസുഖത്തിന്റെ പേര് പറഞ്ഞ ജാമ്യം. റെക്കോർഡ് വേഗത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ദർശൻ, നടിയും ദർശന്റെ സുഹൃത്തുമായ പവിത്ര ഗൗഡ ഉൾപ്പെടെ 17 പേരാണ് കേസിലെ പ്രതികൾ. 231 സാക്ഷിമൊഴികളും 200-ലേറെ തെളിവുകളും പോലീസ് കോടതിയിൽ ഹാജരാക്കി. ദർശന്റെയും മറ്റ് പ്രതികളുടെയും വസ്ത്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ രേണുകാസ്വാമിയുടേത് തന്നെയാണെന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ സ്ഥിരീകരിക്കാനായി. കേസ് വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ പുറത്തിറങ്ങിയ ദർശൻ സിനിമാഭിനയം തുടങ്ങി. വിദേശത്ത് പോകാനുള്ള ഇളവിനായി കോടതിയെ സമീപിച്ചു. രേണുകാസ്വാമിയുടെ കുടുംബം നീതി തേടി കോടതിയിൽ പ്രതീക്ഷയർപ്പിച്ച് തോരാ കണ്ണീരുമായി കാത്തിരിക്കുകയാണ്. സമീപകാലത്തുണ്ടായ നിഷ്ഠൂര കൊലപാതക കേസുകളിലൊന്നാണ് രേണുകാസ്വാമി വധക്കേസ്. സകല സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പോലീസ് റെക്കോർഡ് വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കിയത്. കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ആളും അർത്ഥവും സ്വാധീനവും ഏറെയുള്ള ഒരാൾ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. രേണുകാസ്വാമിക്ക് നീതി ലഭിക്കുമോ എന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ ഉയരുന്നത്. ബംഗളൂരുവിൽ നിന്നും കെ.ബി. ശ്രീധരൻ, മാതൃഭൂമി.